നമ്മുടെ സ്ഥിരം പരിപാടിയായ ചോക്ലേറ്റ് റീസ്റ്റോക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ വീണ്ടും ദേ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ചോക്ലേറ്റ്സ് മാത്രമല്ല കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് കൂടെ നമുക്കൊന്ന് വാങ്ങാനുണ്ട്. എന്നാലും കൂട്ടത്തിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് പരിപാടി ഇത് തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ ആദ്യമേ തീർത്തു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ വെറുതെ ട്രോളി ഉരുട്ടി നടന്നപ്പോഴാണ് ദേ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ കണ്ണിൽ പെട്ടത്. ഇതിന്റെ പേര് ഗാക് ഫ്രൂട്ട് എന്നാണ്. നമ്മുടെ സ്വന്തം പാവക്കയുടെ ഫാമിലിയിലെ ആരോ ആയിട്ട് വരും, പക്ഷെ കുറെ ഗുണങ്ങളും ഉണ്ട്. എന്താന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ വഴിയാണ്. നല്ല നല്ല ഫ്രാഗ്രൻസ് എവിടെ കിട്ടിയാലും നമ്മൾ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ നമ്മുടെ പെർഫ്യൂം കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാവേ. അങ്ങനെ ലുലുവിൽ നമ്മൾ വന്ന ആവശ്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ട്രോളിയും തള്ളി നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോകണം. ഇതൊക്കെ ഇനി കാറിലേക്ക് കയറ്റുക, കാറിൽ നിന്ന് അത് വലിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ കൊച്ചിയിലെ ട്രാഫിക്കും ബ്ലോക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായി. തൽക്കാലം ഓർഗനൈസിങ് പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ലുലുവിലേക്ക് പോകാനുള്ള മെയിൻ കാരണം നമുക്ക് ബിരിയാണി വെക്കാൻ ഒരു കുക്കറും ചിക്കനും വേണമായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ. ഇതാട്ടോ നമ്മൾ വാങ്ങിയ പുതിയ കുക്കർ. സോ അപ്പോൾ ടാറ്റാ.